ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ആൻസർ കീയാണ്. മാർച്ച് 16, 2024 നടന്ന സോഷ്യൽ സയൻസിൻ്റെ ആൻസർ കീയാണ്. അപ്പോൾ 5ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 5 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ കഴിയും. അതേപോലെ തന്നെ 2024 ആനുവൽ എക്സാമിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീയും നിങ്ങൾക്ക് ആനുവൽ എക്സാം 2024 എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ സോഷ്യൽ സയൻസ് വളരെ എളുപ്പമുള്ളൊരു ചോദ്യപേപ്പർ തന്നെയായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ അനലൈസ് ചെയ്തവർക്ക് വളരെ എളുപ്പമുള്ളൊരു ചോദ്യപേപ്പർ തന്നെയാണ്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 8 ആക്ടിവിറ്റീസ് ഉണ്ട്. അതിലറിയാവുന്ന 6 ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുക. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് ഈ സമയം. നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന 6 ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യുക, അത് വായിക്കുക, അത് റൗണ്ട് ഇട്ട് വെക്കുക. ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് 15 മിനിറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി ഒന്ന് വായിച്ചു നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇൻ ഓൾ ഫീൽഡ്സ് ഓഫ് ലൈഫ് വി ഷുഡ് ബി ഏബിൾ ടു അഡോപ്റ്റ് ദ ഡെമോക്രാറ്റിക് വേ. നമ്മൾ ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ജനാധിപത്യം ഒരു ജീവിത രീതിയാക്കി പ്രവർത്തിക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ എ ഡെമോക്രാറ്റിക് വേ ഓഫ് ലൈഫ്? താഴെ പറയുന്നതിൽ ഡെമോക്രാറ്റിക് ലൈഫുമായിട്ട് അനുയോജ്യമായ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ആദ്യം പറഞ്ഞിരിക്കുന്ന പുഷിംഗ് ഫോർവേഡ് ഇൻ ദ ലൈൻ ഫോർ ലഞ്ച്. ലഞ്ചിന് ഉച്ചഭക്ഷണത്തിനുള്ള വരിയിൽ ഇടിച്ചു കയറുകയാണ്. അതൊരു ജനാധിപത്യ രീതിയാണോ? അല്ല. അപ്പോൾ അത് ഡെമോക്രാറ്റിക് വേ ഓഫ് ലൈഫ് അല്ല. ഇനി വിദ്യാരംഗ കൺവീനർ പോസ്റ്റ്പോൺസ് ദ ആക്ടിവിറ്റീസ് ഓഫ് സാഹിത്യവേദി വിത്ത് ദ പെർമിഷൻ ഓഫ് ഓൾ സ്റ്റുഡൻസ്. ഓക്കെ, വിദ്യാരംഗ കൺവീനർ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അനുവാദത്തോടെ വിദ്യാരംഗം സാഹിത്യവേദിയുടെ പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുന്നു. അതൊരു ഡെമോക്രാറ്റിക് വേ ആണ്. ഇനി അടുത്ത ചോദ്യം: ദ ക്ലാസ് ടീച്ചർ ഡിസൈഡ്സ് ഹൂ ഷുഡ് ബി ദ ക്ലാസ് ലീഡർ. ക്ലാസ് ടീച്ചർ ഡിസൈഡ് ചെയ്യാണ് ക്ലാസ് ലീഡർ ആരാകണമെന്ന്. അതൊരു ശരിയായ രീതിയാണോ? അല്ല. അപ്പോൾ അത് തെറ്റാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. Convince the Gramasabha discuss and decides the development activities to be implemented in the ward. ഗ്രാമസഭ വിളിച്ചു ചേർത്ത് വാർഡിൽ നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. അതൊരു ഡെമോക്രാറ്റിക് വേ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഹൗ ഡു യു വർക്ക് ടു ബിക്കം എ ഡെമോക്രാറ്റിക്? റൈറ്റ് 3 ആക്ടിവിറ്റീസ്. ഒരു ജനാധിപത്യ രീതിയിൽ ജീവിക്കാൻ നമ്മൾ എങ്ങനെയെല്ലാം പ്രവർത്തിക്കും എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, വി ആക്സെപ്റ്റ് ദ ഒപ്പീനിയൻ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കണം. വി വെയിറ്റ് ഫോർ അവർ ടേൺ. നമ്മൾ നമ്മുടെ ഊഴത്തിനായി കാത്തു നിൽക്കണം. വി വാല്യൂ ദ ഫ്രീഡം ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഫ്രീഡത്തിന് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് നമ്മൾ വാല്യൂ കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ് ആക്ടിവിറ്റി 2. ദ സോഴ്സ് ഓഫ് ഇൻകം ആർ ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഫാമിലീസ്. അപ്പോൾ കുടുംബങ്ങളുടെ വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. സ്റ്റുഡൻസ് ഇൻട്രൊഡ്യൂസ് ദംസെൽസ് ഇൻ ദ ക്ലാസ്. ഈച്ച് വൺ ഓഫ് ദം ടെൽസ് അബൌട്ട് ദ ജോബ് ഓഫ് ദെയർ പാരൻസ് ടു. അപ്പോൾ ഓരോരുത്തരും അവരുടെ പാരൻസിൻ്റെ ജോബ് പറയാണ്. രാജു: മൈ ഫാദർ ഈസ് വർക്കിംഗ് ഇൻ എ നാഷണൽ ഹൈവേ കൺസ്ട്രക്ഷൻ. എൻ്റെ പിതാവ് ദേശീയപാത നിർമ്മാണ ജോലിയിലാണെന്ന് രാജു പറയാണ്. രജനി പറയാണ്: മൈ മദർ റൺസ് എ വെജിറ്റബിൾ ഷോപ്പ് നിയർ അവർ ഹൗസ്. എൻ്റെ അമ്മ വീട്ടിനടുത്ത് ഒരു പച്ചക്കറി കട നടത്തുകയാണ്. രജില പറയാണ്: മൈ മദർ ഈസ് എ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻ അവർ ഗ്രാമപഞ്ചായത്ത്. എൻ്റെ അമ്മ ഞങ്ങളുടെ പഞ്ചായത്തിലെ സെക്രട്ടറിയാണ്. റഫീഖ് പറയാണ്: മൈ ഫാദർ ഈസ് വർക്കിംഗ് ഇൻ എ ഗൾഫ് കൺട്രി. ഹി ഡെപ്പോസിറ്റ്സ് ദ മണി ഇൻ ദ ബാങ്ക്. വി ടേക്ക് മണി ഫ്രം ദ ബാങ്ക് ഫോർ ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ്. ഇപ്പോൾ റഫീഖ് പറയാണ്: എൻ്റെ പിതാവ് ഗൾഫിലാണ്. കിട്ടുന്ന പണം ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് വീട്ടു ചെലവിനുള്ള പണമൊക്കെ നമ്മൾ ബാങ്കിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ബൈ വിച്ച് നെയിം ദ സോഴ്സ് ഓഫ് ഇൻകം ആൻഡ് ഇൻകം ഓഫ് ഈച്ച് പാരൻറ്റ് നോൺ ആസ്. ഓരോരുത്തരുടെയും വരുമാനം, ഇൻകം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാജുവിൻ്റെ ഫസ്റ്റ് എന്താണ്? നാഷണൽ ഹൈവേ കൺസ്ട്രക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഇൻകം എന്തായിരിക്കും? അവരുടെ ഇൻകം വേജസ് ആയിരിക്കും അല്ലേ? വേജസ് ആയിരിക്കും, അതായത് വേതനമാണ് ലഭിക്കുന്നത്. ഇനി പ്രോഫിറ്റ്
പ്രോഫിറ്റ് എന്ന് കിട്ടണമെങ്കിൽ രജനിയുടെ അമ്മ എന്താണ് ഒരു വെജിറ്റബിൾ ഷോപ്പാണ് നടത്തുന്നത്, അതായത് ഒരു ബിസിനസ്സാണ് നടത്തുന്നത്, അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആയിരിക്കും. ഇനി തേർഡ് വൺ, റജിലൻ്റെ അമ്മ എന്താണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ്. അപ്പോൾ എന്താണ് അപ്പോഴും അവർക്ക് എന്താ കിട്ടുന്നത്, അവർക്ക് സാലറിയാണ് കിട്ടുന്നത്. അതേപോലെ ബാങ്ക് ഡെപ്പോസിറ്റ് ഉള്ള ആൾക്ക് ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കാം നമുക്ക് ആക്ടിവിറ്റി 3. ഇത് ആക്ടിവിറ്റി 3 ഇത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ പറഞ്ഞ ചോദ്യം തന്നെയാണ്. ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ്. ഓക്കെ, വായിച്ച് നോക്കാം. ഷാഹിന പറയാണ്, ഐ ഓൾവേസ് സീ നീൽഗിരി താർ ആൻഡ് ലാൻഡ് മാക്കാക്ക്. ദേ ആർ ഓൾസോ റോസ്വുഡ് ആൻഡ് സാൻഡൽവുഡ് ട്രീസ് ഇൻ ദ യാർഡ്. ഞാൻ എപ്പോഴും നീലഗിരി താറിനെയും അതേപോലെ സിംഹവാലം കുരങ്ങിനെയൊക്കെ കാണാറുണ്ട്. റോസ്വുഡും സാൻഡൽവുഡും ഒക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അനു പറയണേ, ഐ ലിവ് ഇൻ ഏരിയ വിത്ത് സ്മോൾ ഹിൽസ് ആൻഡ് വാലീസ്. ദിസ് ഏരിയ ലൈസ് ബിറ്റ്വീൻ ദ എലവേഷൻ ഓഫ് 7.5 meters and 75 meters above the sea level. പിന്നെ ഷാജി പറയണം, മൈ ഹൗസ് ഈസ് എ സാൻഡി ഏരിയ. ദ ഏരിയ ഹാസ് എൻ എലിവേഷൻ അപ് ടു 7.5 meters above the sea level. അപ്പോൾ ഇതൊക്കെ ഏതൊക്കെ ഫിസിയോഗ്രാഫിക് ഡിവിഷനാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഷാഹിന, അനു, ഷാജി. അപ്പോൾ ഷാഹിന താമസിക്കുന്ന എവിടെയാണ്, ഹൈലാൻഡ് ആണ്. അവിടെയാണ് നമ്മൾ ലാൻഡ് മെക്കാക്കിനെയും അതേപോലെ റോസ്വുഡും സാൻഡൽവുഡും ഒക്കെ കാണുന്നത്. പിന്നെ അനു താമസിക്കുന്ന എവിടെയാണ്, എലിവേഷൻ ഓഫ് 7.5 meters and 75 meters. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയ്ക്ക് സ്ഥലം എന്താണ്, മിഡ്ലാൻഡ് ആണ്. അതേപോലെ ഷാജി ലോലാൻഡിലാണ് താമസിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് മേക്ക് എ നോട്ട് ഓൺ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഓഫ് കേരള. നോർത്ത് ഈസ്റ്റ് മൺസൂണിനെയാണ് നമ്മൾ തുലാവർഷം എന്ന് പറയുന്നത്. ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഈസ് നോൺ ആസ് തുലാവർഷം. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് ഒക്ടോബർ നവംബർ ഡിസംബർ മന്തിലാണ് ഇത് ആരംഭിക്കുന്നത്. ഈവനിങ് ഷവേഴ്സ് അക്കമ്പനീഡ് ബൈ തണ്ടർ ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് തുലാവർഷം. തുലാവർഷത്തിന് ഒരു പ്രത്യേകത എന്താണ്, ഈവനിങ് ഷവേഴ്സ്, വൈകുന്നേരങ്ങളിലെ മഴയാണ്. അതും ഇടിമിന്നോടുകൂടി, നല്ല ശക്തിയായ ഇടിയോടുകൂടിയുള്ള മഴയാണ് തുലാവർഷത്തിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4, ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസ് ഫോണ്ട് ഇൻ ദ റീജിയൻ. കംപ്ലീറ്റ് ദ ഫോളോയിങ് വർക്ക്ഷീറ്റ് റിലേറ്റഡ് ടു ദ ഫിസിയോഗ്രഫി ഓഫ് ഇന്ത്യ. ദ ലാൻഡ് ഫോം ഓഫ് ഇന്ത്യ അതർ ദാൻ പ്ലെയിൻസ്, പ്ലാറ്റ്യൂസ്, ഐലൻഡ് ആൻഡ് ഡെസേർട്ട് അതേപോലെ ഐലൻഡ്, പ്ലാറ്റ്യൂസും പ്ലെയിൻസും അല്ലാണ്ട് നമ്മുടെ വേറൊരു ലാൻഡ് ഫോം ഏതാണ്, മൗണ്ടെയ്ൻസ് ആണ്. ഇനി അടുത്തത് ലാൻഡ് ഫോം വിച്ച് ഹാസ് ദ സ്കേഴ്സിറ്റി ഓഫ് റെയിൻ, സ്പേസ്ലി ഇൻഹാബിറ്റഡ്, ലീസ്റ്റ് കൾട്ടിവേറ്റഡ്, സ്ട്രോങ് വിൻഡ്സ് ആൻഡ് സ്കോച്ചിങ് ഹീറ്റ്. അതെവിടെയാണ്, ഡെസേർട്ടാണ്. ഓക്കെ, ഇനി അടുത്തത് ദ ഐലൻഡ് ലൊക്കേറ്റഡ് ഇൻ ദ അറേബ്യൻ സീ വിച്ച് ഈസ് എ പാർട്ട് ഓഫ് ഇന്ത്യ. അറേബ്യൻ സീയുടെ ഭാഗമാണ്, പക്ഷേ ഇന്ത്യയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന ലക്ഷദ്വീപാണ്. വിച്ച് ലാൻഡ് ഫോം ഡസ് ഡെക്കാൻ, ഛോട്ടാ നാഗ്പൂർ ആൻഡ് മാൾവ ബിലോങ്സ് ടു. ഛോട്ടാ നാഗ്പൂറും അതേപോലെ തന്നെ മാൾവ ഒക്കെ പീഠഭൂമികളാണ്, പ്ലാറ്റ്യൂസ് ആണ്. അതേപോലെ ദ റീജിയൻ വിച്ച് ഇസ് ഓൾസോ റെഫേർഡ് ആസ് ഇന്ത്യാസ് ഗ്രാനറി ഇൻഡോ ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. Election is one of the basic features of democracy. Read the news collage related to election and stages of election in the correct order. ഇപ്പോൾ polling started at 7. Candidates start submitting their nomination paper. The election commission issue the election notification. Scrutiny of the nomination papers has been completed. Counting of votes and declaration of result. The deadline for withdrawal of a nomination paper is 5 PM. അപ്പോൾ ഇലക്ഷൻ്റെ പല സ്റ്റേജസ് ആണ് ഇവിടെ ഷഫിൾ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് നേരെ ഓർഡറിലാക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ തന്നെ ഉണ്ട്. ഇഷ്യൂ ഓഫ് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ, സബ്മിഷൻ, സ്ക്രൂട്ടിനി ഓഫ് നോമിനേഷൻ, വിത്ഡ്രോവൽ ഓഫ് നോമിനേഷൻ, വോട്ടിംഗ്, കൗണ്ടിങ് ഓഫ് വോട്ട്സ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇൻ വിച്ച് അബൌട്ട് ദ ഓൾ സ്റ്റേജസ് ഓൾ ദ വോട്ടേഴ്സ് ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ്. ഈ നമ്മൾ പറഞ്ഞ ഈ എല്ലാ സ്റ്റേജിലും വോട്ടേഴ്സിനൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് ഏത് സ്റ്റേജിലാണ്, അത് ഏതിനാണ്, വോട്ടിങ്ങിലാണ് കിട്ടുന്നത്. വോട്ട് ചെയ്യാനാണ് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇലക്ഷൻ പ്രോസസ്സിൽ ജനങ്ങളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് വോട്ടിങ്ങിലാണ്. ഓക്കെ, ആക്ടിവിറ്റി 6, ദ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് ദംസെൽസ് വൈ റിവോൾവിംഗ് അറൗണ്ട് ദ സൺ ആർ കോൾഡ് പ്ലാനറ്റ്സ്. അപ്പം പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. ഇവിടെ സാറ്റർൻ്റെ 2 ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. ഹാവ് റിംഗ് അറൗണ്ട്, ഹാവ് മോർ ദാൻ 30 സാറ്റലൈറ്റ്സ്. ഇനി ജൂപ്പിറ്റർ എന്താണ്, ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ആണ്, ഹാവിങ് മോർ ദാൻ 60 സാറ്റലൈറ്റ്സ്. പിന്നെ വേറെ ഏതെങ്കിലും ഒരു പ്ലാനറ്റിൻ്റെ പേര് എഴുതുക, എന്നിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് ചെയ്ത വീനസ്, ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ്, ഹോട്ടസ്റ്റ് പ്ലാനറ്റ്, നോ സാറ്റലൈറ്റ്സ്. ഇനി അടുത്ത നെയിം ഓഫ് ദ സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യ ടു സ്റ്റഡി ദ സൺ. ആദിത്യ എന്താണ് പറയുക, ആദിത്യ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്,
ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റി 7 എന്താണ്, ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് കേരള ദ ക്ലാസ് ഈസ് ഓർഗനൈസിങ് എ ക്വിസ് കോമ്പറ്റീഷൻ ഇൻ ഗ്രൂപ്പ്സ്. പ്രിപ്പയർ 5 ക്വസ്റ്റ്യൻ ടു ബി ആസ്ക്ഡ് ടു യുവർ ഒപ്പോസിഷൻ ടീം. അപ്പോൾ പൊളിറ്റിക്കൽ മാപ്പാണ് തന്നിരിക്കുന്നത്. ഈ മാപ്പിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എതിർ ടീമിനോട് ചോദിക്കേണ്ട 5 ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ? വിച്ച് ആർ നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് ഓഫ് കേരള? ഹൗ മെനി ഡിസ്ട്രിക്ട്സ് ആർ ദർ ഇൻ കേരള? വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരള? ഐഡൻറ്റിഫൈ ദ ഡിസ്ട്രിക്ട്സ് ദാറ്റ് ഡു നോട്ട് ഹാവ് കോസ്റ്റ് ലൈൻ. ഇതൊക്കെ നമുക്ക് ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്താം. ഇനി അടുത്തത് ആക്ടിവിറ്റി 8 ആണ്. കോണ്ടിനെൻറ്റ്സ് ആർ വാസ്റ്റ് ലാൻഡ് മാസസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഓഷ്യൻസ്. അപ്പം കോണ്ടിനെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യ ഈസ് പാർട്ട് ഓഫ് ദിസ് കോണ്ടിനെൻറ്റ്. ദ ലാർജസ്റ്റ് കോണ്ടിനെൻറ്റ് ഏതാണ്? ഏഷ്യയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ കോണ്ടിനെൻ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദ റീജിയൻസ് ആർ ഡെസേർട്ട്. ദ നൈൽ ഫ്ലോസ് ത്രൂ ദിസ് കോണ്ടിനെൻറ്റ്. അതേതാണ്? മോസ്റ്റ് ഓഫ് ദ റീജിയൻസ് ആർ ഡെസേർട്ട്. അത് ആഫ്രിക്കയാണ്. നൈൽ എവിടെ ഉള്ളത്? ആഫ്രിക്കയിലാണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ പസഫിക് ഓഷ്യൻ ആൻഡ് അറ്റ്ലാന്റിക് ഓഷ്യൻ. റിവർ ആമസോൺ ഈസ് ഓൺ ദിസ് കോണ്ടിനെൻറ്റ്. അത് സൗത്ത് അമേരിക്കയിലാണ്. അതേപോലെ കോൾഡസ്റ്റ് റീജിയൻ ഓഫ് ദ വേൾഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദ വൈറ്റ് കോണ്ടിനെൻറ്റ്, ദാറ്റ് ഈസ് അന്റാർട്ടിക്ക. ദ സ്മോളസ്റ്റ് കോണ്ടിനെൻറ്റ് ഇറ്റ് ഈസ് റെഫേർഡ് ടു ഐലൻഡ് കോണ്ടിനെൻറ്റ്. അത് ഓസ്ട്രേലിയയാണ്. അപ്പോൾ 8 ആക്ടിവിറ്റീസാണ് നമുക്ക് ഉണ്ടായിരുന്നത്. 6 ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന 6 ആക്ടിവിറ്റീസ് മാത്രം ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.